എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വൈഡൂര്യനാഗത്തിന് വേണ്ടിയിട്ട് പിടിവലി ഉണ്ടാക്കുകയാണ് ഉണ്ണിമോളും ചന്തുവും കൂടെ കൂടിയിട്ട്. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് ചന്തുവും കൂടെ കൊടുക്കും. കൊടുത്തതിന്റെ കൈ പിൻവലിക്കും. ഉണ്ണിമോള് കൈ കൊണ്ട് ഇന്ന് ചെയ്യുമ്പോഴത്തേനും കുറെ ആയി കഴിയുമ്പോഴത്തേനും അവർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. പിന്നീട് പറഞ്ഞു, ചന്തു പറഞ്ഞു, ഇതാ പിടിച്ചോ നീയ, ഇനി ഞാൻ തിരിച്ചു മേടിക്കില്ല എന്ന് പറഞ്ഞ് നീട്ടുവാണ്. ഉണ്ണിമോള് കൈ നീട്ടിയപ്പോഴത്തേനും പെട്ടെന്ന് കൈ കൊണ്ട് പിൻവലിക്കാൻ ശ്രമിക്കുവാണ്. വാവര കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പിന്നെ കൈ വിടുന്നില്ല. ചന്തു പറഞ്ഞു, എന്റെ കൈ നോവുന്നു, കൈയെന്ന് വിടാൻ പറയണം. വാവര് വിട്ടില്ല. കൂടെ നിന്ന് കാശി പാറു എല്ലാരും കൂടെ ആ പിടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് പറയാനാ, വാവരുടെ കൈ പിടിക്കാൻ പറ്റുമോ? അവസാനം പറഞ്ഞു, ഗിരിദേവനോട് പറഞ്ഞു, അതെ ഒന്ന് കൈവിടാനെന്ന് പറയാമോ, എന്റെ കൈ വേദനിച്ചിട്ടാന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, കൈ വിട്ടേരെ വാവരെന്ന് പറയണം. അങ്ങനെ വാവരങ്ങനെ കൈ വിടുവാണ്. ചന്തുന്റെ കൈയൊക്കെ അങ്ങോട്ട് വേദന എടുത്തിട്ട് ചന്തു കൈയൊക്കെ കുടയുവാണ്. എന്നിട്ട് ഉണ്ണിമോളോട് പറഞ്ഞു, ഈ വൈഡൂർനാഥൻ നിനക്ക് തരണമെങ്കിലേ നീ എന്നെ കളിയിൽ തോൽപ്പിക്കണം. ക്രിക്കറ്റ് കളിച്ച് തോൽപ്പിക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ ഈ വൈഡൂർനാഗം തരാന്ന് പറയാം. ഉണ്ണിമോള് പെട്ടു. ഉണ്ണിമോള് പറഞ്ഞില്ല, എനിക്ക് ക്രിക്കറ്റ് കളിക്കാനൊന്നും അറിയില്ല, അറിയത്തില്ലാത്ത കളി ഞാൻ എങ്ങനെ കളിക്കുന്നേ, എനിക്ക് വൈഡൂര്യനാഗം തരണം. ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മുത്തശ്ശിക്കും എൻ്റെ അമ്മയ്ക്കോ വല്ലാത്ത വിഷമായി പോകും. ഈ വൈഡൂര്യനാഗം കൊണ്ട് നിങ്ങൾ ഒരിടത്ത് പോവല്ലെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കളിച്ച് തോൽപ്പിക്കാൻ പറയണേ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ നിനക്ക് ക്രിക്കറ്റ് കളിക്കാന്ന് പറ. ഇല്ല ഗിരിദേവൻ എന്തറിഞ്ഞിട്ടാ പറയണേ, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ലോ എന്ന് പറയണേ. അതൊന്നും പേടിക്കണ്ട, ഉണ്ണിമോള് കളിക്കും ക്രിക്കറ്റ്, പറഞ്ഞോളാൻ പറയണം. അവസാനം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് കളിച്ചോളൂ എന്ന് പറയണം. പെട്ടെന്ന് ചന്തു പറഞ്ഞു, ചുമ്മാ ആള് കളി പോരാ, ഒരു ഓവറിൽ 6 സിക്സ് എടുക്കണം. 6 സിക്സ് എടുത്താൽ മാത്രമേ നീ കളിയിൽ ജയിക്കുള്ളൂ, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടു. ഒരു ബോളിൽ ഒരു 6 ബോളും എടുക്കാൻ പറ്റില്ലാത്ത ഉണ്ണിമോളെ കളി അറിയത്തില്ല, പിന്നെ എങ്ങനെയാ 6 ബോളിൽ 6 സിക്സ് എടുക്കുന്നേ? അപ്പൊ കാശി വന്നിട്ടുണ്ട്. ശരിയാ, ചന്തു പറഞ്ഞു, ശരിയാ, അങ്ങനെ മാത്രം കൊടുത്താൽ മതി വൈഡൂര്യനാഗം. റെഡിയാണെന്ന് ചോദിക്കണം. റെഡിയാണെന്ന് ഗിരിദേവൻ പറയണം. ഉണ്ണിമോളുടെ മുഖം അങ്ങോട്ട് വിഷമത്തിലെ. ഉണ്ണിമോൾ പറഞ്ഞു, ഗിരിദേവൻ എന്നെ ചതിക്കുകയോ ചെയ്തല്ലേ, ഇത്രയും വലിയ ചതി എന്നോട് വേണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് വാവർ എന്ത് ചെയ്യണം, അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങുക. ഉണ്ണിമോൾ ചെന്താ വാവര് പോകുന്നേ, എനിക്ക് പറ്റില്ല ഉണ്ണിമോൾ ഇങ്ങനെ കളിച്ച് തോൽക്കുന്നത് കാണാനായിട്ട്, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് വാവരങ്ങോട്ട് പോവാണ്. പിന്നീട് ഉണ്ണിമോളും ഗിരിദേവനും കൂടെ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ ഉണ്ണിമോൾ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നുണ്ടപ്പത്തിന് ചന്തു വന്നിട്ട് ചോദിച്ചു, നീ എന്താ എവിടെ നിൽക്കുന്നേ? കളിക്കാൻ അപ്പുറത്തേക്ക് ചെല്ലണം, ഇതേ സ്റ്റമ്പ് അവിടെയുള്ളതെന്ന് പറയണം. അല്ല, സ്റ്റമ്പ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവില്ലല്ലോ, ആ കോലില്ലേ വെച്ചേക്കുന്നത്, ആ കോല് അതാണ് സ്റ്റമ്പ്. അവിടെ നിന്നിട്ട് വേണം നീ ബാറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ബോൾ എറിഞ്ഞ് വിട്ട് കഴിയുമ്പം ആ സ്റ്റമ്പെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ ഔട്ടാകും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിക്സ് അടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ജയിക്കുള്ളൂ എന്ന് പറയണം. അവസാനം ഉണ്ണിമോള് പോയി ബാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാറ്റ് പോലും നേരെ ചൊവ്വ പിടിക്കാൻ അറിയത്തില്ലാത്തവളാ തോപ്പിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് കാശിയോട് പറഞ്ഞിട്ട് ചന്തു ഒന്ന് ചിരിക്കുവാണ്. അങ്ങനെ ആദ്യത്തെ ബോൾ എറിയുന്ന കാശിയാണ്. കാശിക്കാണ് അതിനുള്ള ഊഴം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ണിമോള് സ്റ്റമ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് വാവര അദൃശ്യനായിട്ട് ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേറെ ആർക്കും കാണാൻ പറ്റില്ല വാവരെ. അങ്ങനെ വാവര അദൃശ്യനായിട്ട് വന്നിട്ട് ഉണ്ണിമോളുടെ ബാറ്റിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ഫസ്റ്റ് ബോൾ കാശി എറിഞ്ഞു. പിള്ളേർ നോക്കി നിൽക്കുന്ന സമയത്ത് അത് അന്തരീക്ഷത്തോടെ പറന്ന് പൊങ്ങുവാണ്. ആദ്യത്തെ സിക്സ് വീണു. ഉണ്ണിമോൾക്ക് തന്നെ അമ്പരപ്പായിരുന്നു. ഉണ്ണിമോൾക്ക് തന്നെ വിശ്വാസം വന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ചുറ്റും കൂടുന്ന കുട്ടികൾ, ദൈവമേ സിക്സ് ആദ്യത്തെ ബോളിൽ തന്നെ, ഇവൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് സിക്സ് തന്നെയാണ് ആദ്യം അടിച്ചതെന്ന് പറയാണ്. പിന്നീട് രണ്ടാമത്തെ ബോളും കാശി എറിഞ്ഞെടുത്തു, അത് സിക്സ് അടിച്ചു. ഈ സമയത്ത് ചന്തു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നീ അല്ലേ പറയുന്നത് നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല എന്നിട്ട്, ഇപ്പൊ നീ സിക്സ് തന്നെയാണല്ലോ അടിക്കുന്നത്. ഓ, ചിലപ്പോ പൊട്ടക്കണ്ണന്റെ മാവേറ് പോലെ തന്നെ ആയിരിക്കില്ലേ, വീണു എന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ ബോൾ ചെയ്തോളെന്ന് പറയണം എന്നും പറഞ്ഞ് ബോൾ മേടിച്ചുകൊണ്ട് മൂന്നാമത്തെ ബോൾ ചന്തു എറിയുന്നത്. പക്ഷെ ആ ബോൾ ഉണ്ണിമോൾ അടിച്ച് പറത്തു വേണം. ഇനിയിപ്പോൾ 2 ബോളും കൂടെ അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് പാറും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്തിനാ ചന്തു വെറുതെ ആ ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നേ, അതങ്ങ് തിരിച്ചു കൊടുത്താരെ, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഉണ്ണിമോളുടെ വൈഡൂര്യനാഗം വന്ന്, പിന്നെ എന്തിനാ അതിനുവേണ്ടി വാശി പിടിക്കുന്നത്? ഉണ്ണിമോൾ ഇനിയും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഉണ്ണിമോൾ സിക്സ് അടിക്കും, ഉണ്ണിമോളെ ജയിക്കത്തുള്ളൂ, പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ, വെറുതെ നാടൻ കടേണ്ട ആവശ്യമുണ്ടോ, അതങ്ങോട്ട് എടുത്തു കൊടുത്തേക്കാൻ പറയണം. അങ്ങനെ സഹി കേട്ടിട്ട് ചന്തു അങ്ങോട്ട് ആ വൈഡൂര്യനാഗം എടുത്ത് ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉണ്ണിമോൾ ആ സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട്. അതിനുശേഷം ഉണ്ണിമോളും ഗിരിദേവനും കൂടെ തിരിഞ്ഞങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ ഗിരിദേവൻ ചോദിച്ചു, ഉണ്ണിമോൾക്ക് ഇപ്പൊ സന്തോഷമായില്ലേന്ന് ചോദിക്കണം. സന്തോഷമായി. ഉണ്ണിമോൾ ഇനി ഇതും കൊണ്ട് നേരെ ചെല്ലുന്ന കഴിയുമ്പോഴത്തേനും
ഉണ്ണിമോളുടെ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഒക്കെ എത്രമാത്രം സന്തോഷമാവെന്ന് അറിയാവോ? അല്ലേന്ന് ചോദിക്കുവാണ്. ഉണ്ണിമോള് ശരിയാ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സമയത്ത് ഉണ്ണിമോളുടെ അമ്മ എന്തെടുക്കുമായിരിക്കും? ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറയണേ, വൈഡൂര്യനാഗം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അമ്മ പ്രാർത്ഥിക്കാനല്ലേ അമ്മയ്ക്ക് പറ്റുള്ളൂ. ശരിയാ ഉണ്ണിമോള് പറഞ്ഞേ. ഉണ്ണിമോളുടെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഉണ്ണിമോൾ ഇതും കൊണ്ട് കടന്നു ചെല്ലുന്നത്. അപ്പൊ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഉണ്ണിമോൾ ഇതുമായിട്ട് ചെല്ലുമ്പോഴെന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മ എന്നെ കെട്ടിപ്പിടിക്കും. അതുപോലെ തന്നെയായിരിക്കും മുത്തശ്ശി എന്ന് പറയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇനി ഇപ്പൊ ഉണ്ണിമോള് തിരിച്ചു വന്നോണ്ട് ഉണ്ണിമോളുടെ പാപങ്ങളൊക്കെ തീർന്നു, ക്ഷേമദ്രമങ്ങളെല്ലാം മാറി. ഉണ്ണിമോളെ അനുഗ്രഹിച്ചിട്ടുണ്ട് സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവി എന്ന് പറയാണ്. ശരിയാണോ ഗിരിദേവ പറയണേന്ന് ചോദിക്കണം. അപ്പൊ വാവര് പറഞ്ഞ് ശരിയാ ഗിരിദേവൻ പറഞ്ഞത്. അന്നപൂർണേശ്വരി ദേവിയുടെ വിശപ്പ് മാറ്റിയത് ഉണ്ണിമോളല്ലേ. അപ്പൊ ഉണ്ണിമോളെ ഉറപ്പായിട്ടും അന്നപൂർണേശ്വരി ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഉണ്ണിമോൾക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. ഉണ്ണിമോൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമേ വരത്തില്ല. ഇനി ഉണ്ണിമോൾക്ക് എല്ലാ ദിവസവും സന്തോഷത്തിന്റെ ആയിരിക്കും എന്ന് പറയാം. ഉണ്ണിമോൾക്ക് സന്തോഷമായി. ഉണ്ണിമോളെ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല ഗിരിദേവ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കൂടെ ശാപം എന്ന വണ്ണം ഇങ്ങനെ ഈ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എൻ്റെ ദുരിതങ്ങൾ മാറാനായിട്ട്. പക്ഷെ എനിക്ക് അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ദുരിതം മാറ്റണമെന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഗിരിദേവൻ പറഞ്ഞു, അയ്യപ്പസ്വാമിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഉണ്ണിമോൾക്ക് അന്നപൂർണേശ്വരി ദേവിനെ കാണാൻ പറ്റിയില്ലേ, വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു വെച്ചില്ലേ. ഒരു പക്ഷേ അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം തിരിയാനായിട്ടായിരിക്കും അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഉണ്ണിമോളെ എത്തിക്കാതെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഉണ്ണിമോളും ശരിയാ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. എനിക്ക് ആദ്യം ഈ സന്തോഷം പറയേണ്ട ആരുടെന്നറിയാം? എൻ്റെ വീട്ടിൽ ചെന്നിട്ടല്ല, എനിക്ക് അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകണം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയിട്ട് വേണം എനിക്ക് സന്തോഷ വർത്താനം പറയാൻ. അപ്പൊ അവര് ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഇനി ശബരിമലയ്ക്ക് പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കണം. ശബരിമലയ്ക്കല്ല, ഞാൻ എപ്പോഴും പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറില്ലേ, അവിടെ അവിടെ എൻ്റെ അയ്യപ്പസ്വാമി ഉണ്ട്, എനിക്ക് അവിടെ പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോള അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് തൻ്റെ സന്തോഷം പറയാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കൈ കൂപ്പിയെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ അയ്യപ്പസ്വാമി, നീ എന്നെ കാത്തു. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ശാപമായിരുന്നത്, എൻ്റെ കഷ്ടതകളായിരുന്നു. എൻ്റെ മുത്തശ്ശി എന്നെയും കൊണ്ട് കൈക്കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് വന്ന് അങ്ങനെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശി എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. അതിനുള്ള അറിവും ബോധവും എനിക്കില്ലായിരുന്നു. പക്ഷെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മുത്തശ്ശിയുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും എന്താന്നുള്ളത്. അപ്പൊ ആ ദുരിതമാണ് മാറ്റി തന്നിരിക്കുന്നതെന്നാ ഗിരിദേവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് അയ്യപ്പസ്വാമി, ഇത്രയും കാലത്തിന് ശേഷം എൻ്റെ ദുരിതങ്ങളൊക്കെ മാറ്റി തന്നല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുമേനി അകത്തുനിന്ന് ഇറങ്ങി വന്നേ. തിരുമേനി ചല്ല, ഇതാരും ഉണ്ണിമോളോ? ഉണ്ണിമോൾ എപ്പോഴാ വന്നേന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ വന്നോളൂ തിരുമേനി, എൻ്റെ കഷ്ടതകളൊക്കെ മാറ്റിയെന്നാ ഗിരിദേവൻ പറഞ്ഞേ. ഞാൻ അയ്യപ്പസ്വാമിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ. അല്ല, താര കഴിഞ്ഞ ദിവസം വന്നായിരുന്നില്ല, ഉണ്ണിമോൾ എന്താ താമസിച്ചെന്ന് ചോദിക്കണം. അതെ, എനിക്ക് കാലിന് വല്ലാത്തൊരു മുറിവൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാത്ത നേരത്തെ 2 ദിവസം ഞാൻ ക്ഷേത്രത്തിലായിരുന്നു വിശ്രമിച്ച്. എൻ്റെ കൂടെ ഗിരിദേവനും വാവരും ഉണ്ടായിരുന്നൊക്കെ പറയാണ്. ഈ സമയത്ത് തിരുമേനി ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായി. ഇതെന്താ തിരുമേനിക്ക് ചുമ പിടിച്ചോന്ന് ചോദിക്കണം. ചുമ മാത്രമല്ല ഉണ്ണിമോളെ, ആകെപ്പാടെ ദേഹത്തിന്റെ അസ്വസ്ഥയാണ്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. മരുന്നൊന്നും കഴിച്ചിട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. എനിക്ക് അതിനേക്കാളും വലിയ വിഷമം വിഷു അല്ലേ വരുന്നേ, സംക്രാന്തിക്ക് ആ സമയത്ത്. ഇപ്പോൾ സംക്രാന്തി അല്ലേ, മേടാകുമ്പോഴത്തേനും മേടം 1-ന്റെ അന്ന് വിഷുവിൻ്റെ അന്ന് ഇവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കണം. അപ്പൊ വിഷുക്കണി ഒരുക്കണമെങ്കിൽ എന്നെ കൊണ്ട് വയ്യ. അതിന് ഒത്തിരി സാധനങ്ങൾ സ്വരൂപിക്കാനുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എൻ്റെ ആരോഗ്യസ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല. അല്ല, ഇവിടെ ഈ അമ്പലത്തില് ഈ പൂജകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി വിശ്രമിച്ചാനും. പക്ഷെ ആരെ ഈ സമയത്ത് കിട്ടാനില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എൻ്റെ ഭഗവാനെ കാത്തോളണെന്ന് പറയാം. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അത് ഞാൻ എൻ്റെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം വിഷുക്കണി ഒരുക്കണം, ഞാൻ ഒരുക്കിയാലും വിഷുക്കണി. ഇത് കേട്ട തിരുമേനി നിന്ന് ഞെട്ടി. ഉണ്ണിമോൾ, അതെ, എൻ്റെ മുത്തശ്ശി ചെറുതിലെ മുതലും വിഷുക്കണി ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാണ്. നല്ല കാര്യമായി പോയി കുട്ടി എന്ന് പറയാണ്. അല്ല, ഞാൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാവുമോ എന്ന് ചോദിക്കണം. ഒരു കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ട് ഒരുക്കിയോളാൻ പറയാണ്. അല്ല, വിഷുക്കണിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാവോന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് വാവരും ഗിരിദേവനും അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണിമോൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പാലക്കണ്ണാടി വേണം, പഴങ്ങൾ വേണം, കണിക്കൊന്ന വേണം, തേങ്ങ വേണം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയണം. ഊട്ടുരുളിക്കകത്തായിരിക്കണം ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. ബാക്കിയെല്ലാം തിരുമേനി പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ തിരുമേനി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പാവരും ഗിരിദേവനും അങ്ങോട്ട് വന്നു. ഗിരിദേവൻ പറയാം, തിരുമേനി എന്തിനാ വയ്യാതെ ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ ഞാൻ ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുത്തോളാം, ഉണ്ണിമോളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചോളാം.
തിരുമേനി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. പിന്നെ ഗിരിദേവന് എന്തൊക്കെയാ വേണ്ടതിനുള്ള ലിസ്റ്റ് തന്നെ അങ്ങോട്ട് പറയുവാണ്, ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന്. അവസാനം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, ഓട്ടുരളയും വാൽക്കണ്ണാടിയൊക്കെ സ്വർണ്ണ നാണയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അതൊന്നും വേണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം. അത് ഏറ്റു തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് ബാബരെയും ഗിരിദേവനെയും കൂട്ടി ഉണ്ണിമോൾ അങ്ങോട്ട് പോവാണ്. തിരുമേനിക്ക് സന്തോഷമായി. തിരുമേനി കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കും, എൻ്റെ അയ്യപ്പസ്വാമി, എൻ്റെ പ്രാർത്ഥന നീ കേട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചേക്കുന്നത്. നിനക്ക് കനിയൊരുക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.